അസ്സലാമലൈക്കും. ഇന്ന് റജബ് ആദ്യ രാവ് പിറക്കുകയാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പുണ്യമാസമായ റജബിലെ ആദ്യ രാത്രി പ്രാർത്ഥനകൾക്ക് ഏറെ പ്രാധാന്യമുള്ള സമയമാണ്. പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന 5 രാത്രികളെ ഒന്നായി റജബ് ഒന്നാം രാവ്. റജബ് ആദ്യ രാവിൽ ചൊല്ലേണ്ട പ്രധാന പ്രാർത്ഥനകൾ താഴെ പറയുന്നവയാണ്. റജബ് മാസം തുടങ്ങിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥന അധികമായി നിർവഹിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകുകയും ഞങ്ങളെ റമളാനിലേക്ക് എത്തിക്കുകയും ചെയ്യണമേ. റജബ് മാസത്തിൽ ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. റജബ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഈ ദിക്ർ അധികരിപ്പിക്കുകയാണെങ്കിൽ അവൻ്റെ മേലിൽ നരകം ഹറാമാകുമെന്നാണ്. 70 പ്രാവശ്യം ഒരു ദിവസം ഈ ഒരു ദിക്ർ പതിവാക്കിയാൽ അവന്മേൽ നരകം ഹറാമാവും. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. റജബിൽ നോമ്പ് നോൽക്കുന്നത് ഏറെ പുണ്യകരമായ കർമ്മമാണ്. റജബ് മാസത്തിൽ ഒരു ദിവസമെങ്കിലും നോൽക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ മഹത്തായ പ്രീതി ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. അതുപോലെ ഈ മാസത്തിലെ നോമ്പ് പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിന് കാരണമാകുന്നു. നോമ്പുകാരൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും അവന് പുതിയൊരു ജീവിതം ലഭിക്കുകയും ചെയ്യുന്നു. ഒരു ദിവസം നോമ്പ് നോൽക്കുന്നത് നരകവാതിലുകൾ അടക്കപ്പെടാനും അള്ളാഹുവിൻ്റെ കോപം അകറ്റാനും കാരണമാകുമെന്നും വിവിധ റിപ്പോർട്ടുകളിൽ കാണാം. അതുപോലെ സ്വർഗത്തിലെ റജബ് എന്നുള്ള പുഴ, സ്വർഗത്തിൽ പാലിനേക്കാൾ വെളുത്തതും തേനിലും മധുരമുള്ളതുമായ റജബ് എന്നു പേരുള്ള ഒരു നദിയുണ്ടെന്നും ഈ മാസത്തിൽ നോമ്പ് നോറ്റവർക്ക് അതിൽ നിന്ന് കുടിക്കാൻ സാധിക്കുമെന്ന് വിവിധ ഹദീസുകളിൽ കാണാം. റജബ് മാസത്തെ ഒരു കൃഷി ഇറക്കുന്ന മാസമായിട്ടാണ് പണ്ഡിതന്മാർ കാണുന്നു. റജബിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ വഴി ഷഅബാനിൽ നനയ്ക്കാനും റമളാനിൽ അതിൻ്റെ ഫലം കൊയ്യാമെന്ന് കരുതുന്നു. 1 മുതൽ 3 വരെ ദിവസങ്ങളിൽ റജബിൽ 3 ദിവസം തുടർച്ചയായി നോമ്പ് നോൽക്കുന്നവർ 900 വർഷത്തെ ആരാധനയ്ക്ക് തുല്യമായ പ്രതിഫലം ലഭിക്കാൻ കാരണമാകുമെന്നും ചില റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.